ഈ ഇമേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. ഇതിൻ്റെ കളർ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മളിവിടെ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. Ctrl+J അടിച്ച് കഴിഞ്ഞാൽ കോപ്പി എടുക്കാം. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് എടുക്കുന്നതിൻ്റെ പാനലിൽ നമുക്ക് ഹ്യൂ സാച്ചുറേഷൻ എന്നൊരു ഓപ്ഷനുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നമുക്ക് ഈ ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഷോർട്ട് കീ ആണ് ഒരു സംഭവമുണ്ട്, കളർ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ ഇതിൻ്റെ അറ്റത്ത് ഇപ്പോൾ വന്ന വിൻഡോയുടെ അറ്റത്തായിട്ട് നമുക്ക് ഒരു കൈയുടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, സിമ്പൽ. അതെടുത്തിട്ട് ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും ഏത് കളറാണോ ചേഞ്ച് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. പെർഫെക്റ്റ് ആയിട്ടൊരു കളർ ചൂസ് ചെയ്യുക. ഞാനിതിൽ പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു റെഡ് ഞാൻ ചൂസ് ചെയ്യുകയാണ്. അതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ഹ്യൂവിൽ വന്നിട്ട് കളർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്ത പർട്ടിക്കുലർ കളർ മാറിക്കൊണ്ടേയിരിക്കും. റെഡാണ് നിങ്ങൾ ചൂസ് ചെയ്തത്, ആ റെഡിന് സാമ്യമായിട്ടുള്ള എല്ലാ കളറും നിങ്ങൾക്ക് ഇങ്ങനെ ചേഞ്ച് ആവുന്നത് കാണാം. കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ടോണിലോട്ട് മൊത്തത്തിലൊരു ഡിഫറൻസും ഇല്ല, അതായത് ഒറിജിനാലിറ്റി കളയാതെ തന്നെ നിങ്ങൾക്ക് കളർ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. സാച്ചുറേഷൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഒരു ഫീലുള്ള ഒറിജിനാലിറ്റി അവിടെ ഫീൽ ചെയ്യും. സാച്ചുറേഷൻ ഒന്ന് കട്ട് ചെയ്യണമെന്നുള്ളൊരു പ്രശ്നമേ അവിടെ ഉള്ളൂ. സാച്ചുറേഷൻ കൂടിപ്പോയി കഴിഞ്ഞാൽ അതൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യില്ല. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലും ഇതേ കളർ അപ്ലൈ ആവുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു ട്രിക്കുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു താഴത്തെ ലെയർ ഉണ്ടല്ലോ, സെലക്ട് ചെയ്തിട്ട് കോപ്പി എടുത്ത ലെയർ ക്ലിക്ക് ചെയ്തിട്ട് താഴെ വരുമ്പോൾ മാസ്ക്, ആഡ് ലെയർ മാസ്ക് എന്നൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു മാസ്ക് വീഴും, വൈറ്റ് മാസ്ക് വീണു. ഇവിടെ ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആക്കി വെച്ചിട്ട് നമ്മുടെ ബ്രഷ് എടുക്കുക. ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. സോഫ്റ്റ് റൗണ്ട് ബ്രഷോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രഷ് എടുക്കുക നിങ്ങൾ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു ക്യാൻവാസ് മായ്ച്ച് കളയുക. അതായത് നമ്മളിവിടെ ബ്ലാക്കാണ് ഫോർഗ്രൗണ്ട് കളർ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് എക്സ് ക്ലിക്ക് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും, വൈറ്റും ബ്ലാക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ മായ്ച്ച് കളയാണ്. ഇത് മായ്ക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാര്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ ഇമേജ് ഇട്ടിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എങ്ങനെയൊക്കെ മാഞ്ഞ് പോകുന്നുണ്ടെന്ന്. ജസ്റ്റ് നമുക്ക് കളർ എവിടെയൊക്കെയാണോ ചേഞ്ച് ചെയ്യേണ്ടത് അവിടെ മാത്രം ഹോൾഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് ജസ്റ്റ് മായ്ച്ച് കളയാം. നമ്മളൊന്ന് ഹാർഡ്നെസ് കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്, കുറച്ചുകൂടെ ഷാർപ്പായിട്ട് നമുക്ക് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ വേണ്ടയോ അവിടെയൊക്കെ നല്ല രീതിയിൽ മായ്ച്ച് കളയണം. നമ്മൾ മാക്സിമം വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം മായ്ച്ച് കളഞ്ഞു. ഇനി ബാക്ക്ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോഴും ആ കളർ കാണാൻ പറ്റും അല്ലേ. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ നമ്മൾ ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ചെയ്ത ഈ ഒരു ലെയറില്ലേ, ഇതിനെ ഈ മാസ്കിനകത്താക്കുക. അതിനായിട്ട് നമ്മൾ ആൾട്ട് ഞെക്കി പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു 2 ലെയറിൻ്റെ ഇടയ്ക്ക് കൊണ്ട് മൗസ് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാസ്കിനകത്തോട്ട് ആ ഒരു സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇതിനകത്ത് വീണോളും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കണ്ടോ? നമ്മൾ മായ്ച്ച് കളഞ്ഞതുകൊണ്ട് കാറിൽ മാത്രം ആ ഒരു കളറ് വീണിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും വേണോ അതിൻ്റെ കളർ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ആ ഹ്യൂവിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സാച്ചുറേഷൻ മാക്സിമം കുറച്ചൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക എപ്പോഴും. അപ്പോൾ ഒരുപാട് കളർ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു ആർട്ടിഫിഷ്യൽ കളറായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കളർ ചേഞ്ച് ചെയ്താലും നിങ്ങൾ സാച്ചുറേഷനിൽ കുറച്ചൊരു കുറവ് വരുത്തുക, എങ്കിലേ അതൊരു ആർട്ടിഫിഷ്യൽ അല്ലാതെ തോന്നത്തുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര വേണോ കളർ മാറ്റാം കേട്ടോ. ഇത് കണക്ക് ഏത് വണ്ടിയുടെ ആയാലും ഏത് കളറും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ബാക്കി നിങ്ങൾക്ക് വീണ്ടും എവിടെയെങ്കിലും കളറ് ബ്ലെൻഡായി കയറിയിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ആ മാസ്കിൽ വന്നിട്ട് മാസ്ക് സെലക്ട് ചെയ്തിട്ട് ബ്രഷ് എടുത്ത് ഫോർഗ്രൗണ്ട് കളർ ബ്ലാക്കാക്കി വെച്ചുകൊണ്ട് അതിനങ്ങ് മായ്ച്ച് കളഞ്ഞാൽ മതി കേട്ടോ. മായ്ച്ച് കളയുമ്പോൾ എവിടെയെങ്കിലും കൂടുതലായിട്ട് കയറി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എക്സ് അടിച്ച് കഴിഞ്ഞാൽ ഫോർഗ്രൗണ്ട് കളർ വീണ്ടും വൈറ്റ് ആക്കുക. എന്നിട്ട് വീണ്ടും അവിടെ ഒന്ന് മായ്ച്ച് കളഞ്ഞാൽ ഈ മാസ്ക് വീണ്ടും തിരിച്ച് വരും. അത് നിങ്ങൾക്ക് മാസ്ക് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മാസ്ക് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഈ മാസ്ക് ചെയ്ത് ഇങ്ങനെ തന്നെ മായ്ച്ചെടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ആ ഒരു കാറിനെ മാത്രമായിട്ട് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് വെട്ടിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. പല രീതികളുണ്ട്. നമ്മൾ ഒരുവിധം മായ്ച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇരുന്നത്. നമ്മളതിനെ ഈ ഒരു രീതിയിൽ കളർ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യൂവിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കളർ മാറ്റാനായിട്ട് പറ്റും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തൊക്കെയാണ് റിപ്ലൈ തരുന്നതായിരിക്കും.